നീലേശ്വരം മരക്കാപ്പ് കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിനായി നിർമ്മിച്ച പുതിയ കെട്ടിടം സ്കൂളിന് സമർപ്പിച്ചു. ഇ ചന്ദ്രശേഖരൻ എംഎൽഎ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. This news sponsored by ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് മരക്കാപ്പ് കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിനായി പുതുതായി കെട്ടിടം നിർമ്മിച്ചത്. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് എംഎൽഎ ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ നിവേദനങ്ങളുമായി വന്നാൽ ആദ്യം പറഞ്ഞ വികസന പാക്കേജിൽ കൊടുക്കുന്നതാണ്. വികസന പാക്കേജിൽ പഠനമെങ്കിൽ അതിന് ഒരുപാട് വ്യവസ്ഥകളൊക്കെ ഉണ്ട്. വ്യവസ്ഥകളെല്ലാം ഇപ്പോൾ ഓരോന്നോരോന്ന് നയനായി വരികയാണ്. കൃത്യമായി പറഞ്ഞാൽ ആ കാസർഗോഡ് വികസന പാക്കേജിന് രൂപം കൊടുത്ത ഡോക്ടർ പ്രഭാകരൻ പഴയ നമ്മുടെ കാസർഗോഡ് ജില്ലാ കളക്ടറായിരുന്നു. ഇവിടെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പിരിഞ്ഞപ്പോൾ ഉണ്ടായ കമ്മീഷനാണ് ഇത് സംബന്ധിച്ചുള്ള പരിശോധന എന്താണ്. ദീർഘകാലമായി വളരെ അവികസിതമായി കിടക്കുന്ന ആ പ്രദേശത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആ കമ്മീഷൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചു. ആ കാര്യങ്ങൾ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ അധ്യക്ഷനായി. കാസർഗോഡ് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പി പ്രകാശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം വിജയൻ, കൗൺസിലർമാരായ വി മണി, വി അബൂബക്കർ, എം വി ഗായത്രി, എൻ കെ സീമ, നീലേശ്വരം നഗരസഭാ കൗൺസിലർമാരായ ബീന ബാലദാസൻ, റഷീദ മുഷ്താഖ്, പി പ്രകാശൻ, നാദിറ പള്ളിവളപ്പിൽ, ശ്രീജ സത്യൻ, വി ജാനു, മുൻ കൗൺസിലർ കെ ബാബു, PTA പ്രസിഡന്റ് OV ബാബു, SMC ചെയർമാൻ പ്രദീപ് മരക്കാപ്പ്, വികസന സമിതി ചെയർമാൻ മുഹമ്മദ് കുഞ്ഞു മാസ്റ്റർ, മദർ PTA പ്രസിഡന്റ് P വിനീത തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് കൗൺസിലർ K സുമതി സ്വാഗതവും ഹെഡ് മാസ്റ്റർ K രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.